നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകരാജ്യങ്ങളെമ്പാടും ആശങ്കയിലാഴ്ത്തി മങ്കി പോക്സ് പല രാജ്യങ്ങളിലും സ്ഥിരീകരിച്ചു. എന്നാൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ തന്നെ ആദ്യം സ്ഥിരീകരിച്ചത് UAE-യിലാണ്. അങ്ങനെ UAE കർശന നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുകയുണ്ടായി. പിന്നാലെ സൗദിയിലും മങ്കി പോക്സ് സ്ഥിരീകരിച്ചതായുള്ള വാർത്ത പുറത്തു വന്നതായിരുന്നു. ഇപ്പോഴിതാ മങ്കി പോക്സ് രോഗലക്ഷണങ്ങളുള്ളവർക്ക് യാത്രാവിലക്കുമായി സൗദി അറേബ്യ രംഗത്തെത്തിയിരിക്കുന്നു. രാജ്യത്ത് അസുഖം പകരുന്നത് തടയാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സംവിധാനവുമായി സൗദി രംഗത്തെത്തിയിരിക്കുന്നത് തന്നെ. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി വിമാനയാത്രക്കാർക്കാണ് ആദ്യം വിലക്ക് സൗദി ഏർപ്പെടുത്തിയിരിക്കുന്നത്. സൗദി പബ്ലിക് ഹെൽത്ത് അതോറിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയത്. രോഗത്തിന്റെ ലക്ഷണങ്ങളുള്ളവർ, രോഗമുള്ളവർ, സമ്പർക്ക വിലക്ക് ഏർപ്പെടുത്തിയവർ എന്നിവർക്കാണ് വിമാനയാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. യാത്രയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ രോഗമുണ്ടോ എന്ന് പരിശോധിക്കണം. ലക്ഷണം കണ്ടാൽ യാത്രകൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റണം. മാസ്ക് ധരിക്കുക, സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ കഴുകുക എന്നിവയാണ് ഇത് പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെന്നത്. ത്വക്കിലോ ജനനേന്ദ്രിയത്തിലോ മുറിവുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കണം. അവരുമായി സമ്പർക്കം ഒഴിവാക്കിയിരിക്കണം. ഇയാൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക. ഇയാൾക്ക് മസാജ് ആവശ്യമുണ്ടെങ്കിൽ അത് നൽകാതിരിക്കുക. ആൾക്കൂട്ടത്തിൽ നിന്നും ഇയാളെ പരമാവധി ഒഴിവാക്കുക. ഇവർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യണം. അതേസമയം ജിദ്ദയിലെ ചേരി വികസന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പ്രവർത്തനങ്ങൾ മക്ക ഗവർണർ അമീർ ഖാലിദ് അൽ ഫൈസൽ വിലയിരുത്തുകയുണ്ടായി. 64 ചേരികളെ സമയബന്ധിതമായി തന്നെ വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പദ്ധതിയിൽ 32ഉം രണ്ടാം ഘട്ടത്തിൽ 32ഉം ചേരി പ്രദേശങ്ങളാണ് വികസിപ്പിക്കാൻ അധികൃതർ നിശ്ചയിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.